നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കത്തെക്കുറിച്ച് ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായതോടെ വില്ലന്മാരുടെ പേരുകൾ ഓരോന്നായി പുറത്തു വരുമെന്ന് തന്നെയാണ് മലയാളി കരുതുന്നത്. കഴിഞ്ഞ 4.5 വർഷക്കാലം സർക്കാർ മറച്ചു പിടിച്ച ആ ഞെട്ടിപ്പിക്കുന്ന സത്യം എപ്പോഴാണ് പുറത്തു വരുന്നത്? 15ഓളം പേർ ചേർന്ന കോക്കസാണ് മലയാള സിനിമയെ നയിക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നു. ആ 15 പേർ ആരൊക്കെയാണ്? 15 പേരിൽ ഒതുങ്ങുന്നതാണോ ഈ റിപ്പോർട്ടിലുള്ള പീഡന വീരന്മാരുടെ പേരുകൾ? അതോ 15ലധികം പേർ ആരോപണ വിധേയരായിട്ടുണ്ടോ? ഇവർ ആരൊക്കെയാണ്? മലയാള സിനിമയിലെ ഇത്രത്തോളം വലിയ പവർ ഹൗസുകൾ ആരൊക്കെയാണ്? സ്വാഭാവികമായും ഒളിഞ്ഞും തെളിഞ്ഞും ചില പേരുകൾ മലയാളിക്കിടയിൽ ചർച്ചയാകുന്നുണ്ട്. പ്രധാനപ്പെട്ട നടന്മാരുടെ പേരുകൾ, മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ പേരുകൾ, നിലവിൽ മലയാളത്തിലെ സിനിമ താരസംഘടനയെ നയിക്കുന്നവരുടെ പേരുകൾ, ഇതൊക്കെയാണ് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇവർ മാത്രമല്ല ഈ റിപ്പോർട്ടിൽ ആരോപണ വിധേയരായിട്ടുള്ളവർ എന്ന വാർത്തകളും വരുന്നു. അതായത് പ്രൊഡക്ഷൻ കൺട്രോളർമാർ, പ്രധാനപ്പെട്ട സിനിമയുടെ നിർമ്മാതാക്കൾ, സിനിമയുടെ സഹസംവിധായകന്മാർ, സംവിധായകന്മാർ, അങ്ങനെ നിരവധി പേർക്കെതിരെ ഈ റിപ്പോർട്ടിൽ ആരോപണങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും പവർ ഹൗസ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരമൊരു വാർത്ത വരുമ്പോൾ ആ വാർത്തകൾക്ക് താഴെയുള്ള കമൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യ പേര് വരുന്നത് മോഹൻലാലിനെ കുറിച്ചായിരിക്കാം, അടുത്ത പേര് വരുന്നത് ദിലീപിനെ കുറിച്ചായിരിക്കാം, പിന്നീടുള്ള പേര് മമ്മൂട്ടി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത പേര് വരുന്നത് സിദ്ദിഖിനെ കുറിച്ചായിരിക്കാം, മറ്റു ചില പേരുകൾ മറ്റു ചില നടന്മാരെ കുറിച്ചായിരിക്കാം. എന്നാൽ ഇവരൊന്നുമല്ലാത്തവരും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രധാനമായും വരുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂപ്പർ താരങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ പവർ, മലയാള സിനിമയിലെ സൂപ്പർ പവർ എന്ന ഒരു പദം പ്രയോഗിക്കുമ്പോൾ അതാദ്യം ചെന്ന് തറയ്ക്കുന്നത് 2-3 പേരിലാണ്. അവർ മാത്രമാണ് ഈ സൂപ്പർ പവർ എന്ന് ധരിക്കുന്നതാണ് മലയാളി പ്രേക്ഷകരുടെ കഴിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ വിവരക്കേട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇതിലൊരു മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ദിലീപോ അല്ലെങ്കിൽ മറ്റൊരു നടനോ അല്ലെങ്കിൽ അത്തരം മുൻനിരയിലുള്ള നടന്മാരോ മാത്രമായിരിക്കില്ല. സിനിമയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നവരടക്കം സിനിമയുടെ സമസ്ത മേഖലകളിലുമുള്ള ആളുകൾ ചിലപ്പോൾ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ആരോപണ വിധേയരാകാം. പക്ഷേ ഇവിടെ ആരോപണത്തിന്റെ കുന്തമുന ചെന്ന് നിൽക്കുന്നത് കേവലം 4-5 പേരിലാണ്. അതുകൊണ്ടാണ് മലയാളിയുടെ പൊതുസമൂഹം തന്നെ പറയുന്നത്, ഈ 15 പേരുകൾ സർക്കാർ പുറത്തുവിടൂ, ഈ പീഡന വീരന്മാർ ആരൊക്കെയെന്ന് മലയാളി അറിയട്ടെ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, നിരവധി വർഷങ്ങളായി മലയാള സിനിമയിലെ പുഴുക്കുത്തുകളായി തുടരുന്ന ഇത്തരക്കാർ എത്ര വമ്പന്മാരായാലും എത്ര കുഞ്ഞന്മാരായാലും അവരെക്കുറിച്ച് അറിയേണ്ട ഉത്തരവാദിത്വം മലയാളി ചലച്ചിത്ര പ്രേക്ഷകർക്കുണ്ട്. അഭ്രപാളികളിൽ താരരാജാക്കന്മാരായി വാഴുന്ന ഇവരെ വാഴിക്കുന്നതും ഇത്രത്തോളമാക്കിയതും ഈ മലയാളി പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മലയാളി പ്രേക്ഷകർക്ക് ഇവരുടെ തനിനിറം അറിയണമെന്ന് പറയുന്നതും. അത് ഒരു ഭാഗം. മറുഭാഗത്ത് നിയമത്തിൻ്റെ നൂലാമാല ഇഴകീറി പരിശോധിച്ചാലോ, ഒരു കുറ്റം നടന്നിരിക്കുന്നു, ആ കുറ്റത്തിലെ കുറ്റവാളി ആരെന്നറിയാം, ആ കുറ്റം നടന്നു എന്ന് കുറ്റത്തിന് ഇരയായ ആൾ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ അതിനെ കേസാക്കി മാറ്റണ്ടേ? ആ കുറ്റക്കാരന് ശിക്ഷ കിട്ടണ്ടേ? ആ കുറ്റക്കാരൻ ചെയ്ത കുറ്റത്തിന് തക്കതായ ശിക്ഷ കിട്ടണ്ടേ? അത് വേണ്ടെന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. ഇത്രയും കാലം മോഷ്ടിച്ചതിന്, ഇത്രയും കാലം നടത്തിയ കൊലപാതകത്തിന്, ഇത്രയും കാലം നടത്തിയ തെറ്റിന് ശിക്ഷ വേണ്ട, ഇനി തെറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഗുണദോഷമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സെൻട്രൽ ജയിലിലും കേരളത്തിലെ ജയിലുകളിലും കിടക്കുന്ന കുറ്റവാളികളെ എല്ലാം തുറന്നു വിട്ടിട്ട് ഇതുവരെ ചെയ്തതെല്ലാം പുറത്തു, ഇനി മുതൽ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു വിട്ടാൽ പോരെ? സാരോപദേശമാണ് തെറ്റ് തിരുത്താനുള്ള മാർഗമെങ്കിൽ എന്തിനാണ് റിപ്പർ ജയാനന്ദനടക്കമുള്ളവരെ നമ്മൾ സെൻട്രൽ ജയിലുകൾ അടച്ചിട്ടിരിക്കുന്നത്? എന്തിനാണ് നമ്മുടെ കോടതികൾ, എന്തിനാണ് ജയിലറകൾ, എന്തിനാണ് നീതിന്യായ സംവിധാനം? ഈ നീതിന്യായ സംവിധാനത്തിന്റെ അന്തസത്ത തന്നെ നിലനിൽക്കുന്നത് തെറ്റ് ചെയ്തവന് ശിക്ഷ കൊടുക്കുന്നതിലാണ്. ഇവിടെ തെറ്റു സംഭവിച്ചു
എന്ന് നിരവധി പേർ, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിരവധി പേർ മൊഴി നൽകിയിരിക്കുന്നു. തെറ്റ് ചെയ്തവരെ കുറിച്ച്, ആരാണ് കുറ്റക്കാരെന്നതിനെ കുറിച്ച് കൃത്യമായ എവിഡൻസ് നൽകിയിരിക്കുന്നു, തെളിവ് നൽകിയിരിക്കുന്നു. ആ തെളിവൊക്കെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് സർക്കാർ എന്ന് പറയുന്ന നിയമ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന അതോറിറ്റിയിൽ എത്തിയിരിക്കുന്നു. എന്നിട്ടും അവർക്ക് കുലുക്കമില്ല. അപ്പോഴും മന്ത്രി പറയുന്നത് കോൺക്ലേവ് നടത്തുമെന്നാണ്. കോൺക്ലേവ് നടത്തി ഇരയെയും വേട്ടക്കാരനെയും ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കുമെന്നാണ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മോഷ്ടിച്ചതെല്ലാം മോഷ്ടിച്ചു, കൊല നടത്തിയതെല്ലാം നടത്തി, ഇതുവരെ നടന്ന തെറ്റുകളെല്ലാം നടക്കട്ടെ, ഇനി നമുക്ക് പൊറുക്കാം, ഇനി തെറ്റ് ചെയ്യാതിരുന്നാൽ മതി. ഇതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ഒരു മന്ത്രി പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ വകുപ്പുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്താൽ ആ കേസ് നിലനിൽക്കും. അതിന് നിയമപരമായ പരിരക്ഷയുണ്ട്, നിയമപരമായ സംരക്ഷണമുണ്ട്. ആ മന്ത്രി ഈ വാക്ക് പറഞ്ഞ് നാവെടുത്ത് തിരികെയിട്ടില്ല. നമ്മുടെ വനിതാ കമ്മീഷൻ പിന്നാലെ തിരിച്ചടിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കില്ല, ഈ റിപ്പോർട്ടിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കില്ല, കേസെടുക്കാൻ പറ്റില്ല. കാരണം പീഡനത്തിനിരയായ ഇര നേരിട്ട് വന്ന് പരാതി പറയണം. ഇനി കുത്തുകൊണ്ട് ചത്തവൻ വീണ്ടും എണീറ്റ് വന്ന് പരാതി പറഞ്ഞാലേ കൊലപാതകത്തിൽ കേസെടുക്കൂ എന്ന് പറയുന്ന ന്യായം പറയുമോ എന്ന് സംശയമാണ്. അത്തരത്തിലാണ് നമ്മുടെ വനിതാ കമ്മീഷന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്ന ആളുകളിൽ 2 പേർ ഇടതുപക്ഷ പാർട്ടിയുടെ സർക്കാരിന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കണം. അതിലൊരാൾ മന്ത്രിയാണ്, കെ ബി ഗണേഷ് കുമാറിന്റെ പേര് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ വിധേയരുടെ പട്ടികയിലുണ്ട് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും വാർത്തകൾ പുറത്തു വരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ തന്നെ അതിൽ കെ ബി ഗണേഷ് കുമാറിന്റെ പേരുണ്ട് എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കെ ബി ഗണേഷ് കുമാർ വഹിക്കുന്ന ഒരു മന്ത്രിസ്ഥാനമാണ്. കെ ബി ഗണേഷ് കുമാറിന്റെ പേര് അതിലുണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് അക്കാര്യത്തിൽ ഗൗരവമുള്ളൊരു അന്വേഷണം സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല? കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിക്കെതിരെയാണ് ഒരു സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിൽ പരാമർശമുള്ളത്, പീഡന പരാമർശമുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇവിടെ കേരളത്തിലെ CPMന്റെ ഒരു MLA ഉണ്ട്, മുകേഷ് MLA, കൊല്ലം MLA. ആ മുകേഷിനെതിരെയും ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന് ഇതിനകം തന്നെ വാർത്തകൾ വന്നു. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കെതിരെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ആളുകളെ, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമാ പ്രവർത്തകരെ, സിനിമാ മേഖലയിലെ താരരാജാക്കന്മാരെ ഒക്കെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിലൂടെ സംസ്ഥാന സർക്കാർ ചെയ്തത് എന്ന് ആരോപിക്കപ്പെടുമ്പോൾ അതിൽ കഴമ്പുണ്ട് എന്ന് ഉറപ്പിച്ച് ചിന്തിക്കേണ്ടി വരും. ഇവിടെയാണ് ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തുവിടണമെന്ന്, അല്ലെങ്കിൽ അത് കോടതിയെ അറിയിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കോടതി ആ പേരുകൾ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമ്പൂർണമായ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയുടെ സർക്കാർ പൂഴ്ത്തിവെച്ചതുമല്ലാത്തതുമായ സമ്പൂർണമായ റിപ്പോർട്ട് കോടതി ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ഇരകൾക്ക് നീതി ലഭിക്കുമെന്ന് നമുക്ക് കരുതേണ്ടി വരും. കോടതികൾക്ക് ആരോടും മമത കാണിക്കേണ്ട ഉത്തരവാദിത്തമില്ല. കോടതികൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. ഉത്തരവാദിത്തപ്പെട്ട കോടതി അത് ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ പീഡന വീരന്മാരുടെ പേരുകൾ, ആ 15 പേരടക്കമുള്ളവരുടെ പേരുകൾ ഉടൻ പുറത്തു വരുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. മലയാളി നെഞ്ചിലേറ്റിയ, മലയാളി ഹൃദയത്തിലേറ്റിയ ആ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുമോ ഇല്ലയോ എന്നുള്ളത് അല്പസമയത്തിനകം അല്ലെങ്കിൽ അല്പ ദിവസത്തിനകം തന്നെ കാത്തിരുന്ന് കാണാം. അഭ്രപാളികളിലെ താരരാജാക്കന്മാരുടെ തനി നിറം ഉടൻ തന്നെ പുറം ലോകം അറിയുമെന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും മലയാള സിനിമയുടെ ശുദ്ധീകരണത്തിനുള്ള തുടക്കമായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ ആൺ മേൽക്കോയ്മയുടെ ഹുങ്കിൽ എന്തും നടത്താമെന്നുള്ള ആ അഹങ്കാരത്തിനൊരു തിരിച്ചടിയായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഹൈക്കോടതിയുടെ ഇടപെടൽ എന്നുകൂടി നമ്മൾ ചേർത്തു വായിക്കണം.